ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ കറിയാണ്. ഞങ്ങളുടെ നാട്ടിലുണ്ടാക്കുന്ന ചിക്കൻ കറി. അതിനിതിൽ 1.5 കിലോ ഇറച്ചിയുണ്ട്, ചിക്കനുണ്ട്. അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് നമുക്ക് ബാക്കി പരിപാടി. നല്ലതുപോലെ എൻ്റെ അഴുക്കും കാര്യങ്ങളും നല്ലതുപോലെ വെള്ളത്തിൽ കഴുകിയതിന് ശേഷം മാത്രമേ നമുക്കിത് കറി വയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ. 2-3 വെള്ളത്തിൽ നമ്മൾ വൃത്തിയാക്കിയതിന് ശേഷം 2-3 വെള്ളത്തിൽ കഴുകണം. കഴുകിയെടുക്കുമ്പോഴേ ആ അഴുക്കെല്ലാം പോകത്തുള്ളൂ. നിങ്ങളുടെ നാട്ടിലെങ്ങനെയാണ് വെക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ തിരുവനന്തപുരത്തുകാരി ആയതുകൊണ്ട് തിരുവനന്തപുരം സ്റ്റൈലിലായിരിക്കുന്നു. അമ്മയാണ് കേട്ടോ ഇറച്ചിയൊക്കെ വേവിക്കുന്നത്. ഞാൻ വീഡിയോ മാത്രം പിടിക്കും. നല്ലതുപോലെ എടുക്കണം. നമ്മളത് ഉച്ചയ്ക്കത്തേക്കാണ്, മിക്കവാറും നമ്മൾ രാത്രിത്തേക്കാണ് ചിക്കൻ മേടിക്കുന്നത്. ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് മേടിക്കും. മീനൊക്കെ എല്ലാം എന്നും ഒരുപോലെ ചേഞ്ച് ചെയ്യേണ്ടത്. എൻ്റെ പകൽ ചിക്കൻ മേടിച്ച് അത് മഞ്ഞൾപ്പൊടി ഇടുക. ആവശ്യത്തിന് നിങ്ങൾക്ക് എത്രയാണോ അത്ര മഞ്ഞൾപ്പൊടി ഇടുക. നമുക്ക് പുരട്ടി വെക്കാനായിട്ടാണ്. നമുക്ക് അരമണിക്കൂർ ഒരു 10 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കണം. അതിനുശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കുക. എരിവിന് ആവശ്യമുള്ള മുളക് പൊടി നിങ്ങൾക്ക് എത്രയാണോ അത്ര ഇടുക. അതിനുശേഷം നമ്മൾ ആദ്യം ആഡ് ചെയ്തത് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ പൊടിക്കലാണ്. പിന്നെ നമ്മൾ സാധാ മുളക് പൊടി 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇത് നല്ലതുപോലെ തിക്കായിട്ട് ആ മസാല എല്ലായിടത്തും ആ ഇറച്ചിയുടെ എല്ലായിടത്തും പിടിക്കാൻ വേണ്ടി തിക്കായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നല്ലതുപോലെ ഇളക്കി എടുക്കുക. അല്ലെങ്കിൽ ആ മസാല കൂട്ട് അതിനകത്തെല്ലാം പിടിക്കത്തില്ല. ഇതുപോലെ ആക്കിയിടണം. അതിനുശേഷം നമ്മളൊരു തക്കാളി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ആവശ്യത്തിന്, കറിവേപ്പില, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക്, പിന്നെ തേങ്ങ എടുത്തിട്ട് ചെറുതായിട്ട് തൊത്തായിട്ട് അരിഞ്ഞെടുക്കുക. അതിനുശേഷം എണ്ണയിൽ സവാളയും കറിവേപ്പിലയൊക്കെ ഇട്ട് വഴറ്റിയതാണ്. അത് സവാളയും ഇടുന്നൊന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ ഇഞ്ചി ഇടുക, വെളുത്തുള്ളി പേസ്റ്റ്, മുളക് എല്ലാം കൂടെ നല്ലപോലെ വഴറ്റിയെടുക്കുക. കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം മാത്രമേ തക്കാളി ഇടാവൂ. തേങ്ങാത്തൊത്തും കൂടെ ഇടണം കേട്ടോ. നല്ലതുപോലെ വഴറ്റിയെടുക്കുക. അതുപോലെ ഒന്ന് വറണ്ട് വന്നതിന് ശേഷം മാത്രം തക്കാളി ആഡ് ചെയ്തെടുക്കുക. നിങ്ങളാരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. കാണുന്നവർ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നല്ലതുപോലെ വരണ്ട് വന്നതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് തോനെ യൂസ് ചെയ്യുന്നതിന് ഉപ്പ് തോനെ ഇടാം, കുറച്ചാണെങ്കിൽ കുറച്ച് നിങ്ങളുടെ ഇഷ്ടം പോലെ ഉപ്പ് ആഡ് ചെയ്യും. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ 10 മിനിറ്റ് മുന്നിട്ട് വെച്ചാൽ ആ ഇറച്ചി എടുത്തുകൊണ്ട് വരിക. അതൊന്ന് എടുക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ആ മസാല എല്ലാം അതിനകത്ത് ആ ഇറച്ചിയിലോട്ട് പിടിച്ച് കഴിഞ്ഞു. ഇറച്ചിക്ക് കാത്തിരിക്കുക കറിയായിട്ട് കൊടുക്കാൻ. അവളുടെ പേര് ജൂലി എന്നാണ് കേട്ടോ. എന്നിട്ട് ഇതിനകത്ത് കുറച്ച് ശകലം മഞ്ഞൾപ്പൊടി അമ്മ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കറി മസാല,
കുരുമുളക് പൊടി. ഇത് നമ്മൾ നേരത്തെ പുരട്ടിയപ്പോൾ വയ്ക്കത്തില്ല, ഇതിൽ നമുക്ക് വഴറ്റുന്നതിൽ ഇട്ടങ്ങ് എടുക്കാം. അങ്ങനെ ചെയ്യുന്നത്. നല്ലതുപോലെ നല്ലാണ്ട് വഴണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് മുളക് പൊടി, ഇത് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ് കേട്ടോ. അതും കൂടെ ഇട്ടൊന്ന് നല്ല എരിവിന് വേണ്ടിയാണ് ചേർക്കുന്നത് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഈ ചിക്കൻ എടുത്ത് നമുക്ക് കുറേശ്ശെ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒന്ന് തിക്കാട്ടൊന്ന് ഇളക്കുമ്പോൾ ഒത്തുകൂടെ ഒന്ന് മസാല ഒന്ന് മുളക് പൊടി ഇതൊക്കെ ഒന്ന് തിക്കാട്ടി പിടിക്കരുത്. എന്നിട്ട് അത് കുറേശ്ശെ ആയിട്ട് നമുക്ക് ഈ ഇതിലോട്ട് ആഡ് ചെയ്യാം. സവാള വഴറ്റിയതും എല്ലാം കൂടെ നല്ല കുറേശ്ശെ മിക്സ് ചെയ്ത് പെട്ടെന്ന് എടുക്കണം. പതുക്കെ ഇളക്കണം. അതിനുശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കണം. അപ്പം ഏകദേശം വെന്ത് കഴിഞ്ഞിരിക്കുന്നു. കുറച്ചും കൂടെ വെള്ളം വറ്റാറുണ്ട്. നമുക്ക് ഒത്തിരി നേരം കൂടെ വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ ഇത് ഏകദേശം നമുക്ക് ചോറ്റിനൊക്കെ കഴിക്കാൻ ഇതാക്കാം. കറിയായിട്ട് ഹെവിയായിട്ട് കറിയും കൂടെ തിക്കാട്ട് കിട്ടിയിട്ടുണ്ട്. ഈ വീഡിയോയ്ക്ക് ഫോണ് നല്ല ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്, പക്ഷെ നല്ല കളറായിരുന്നു കേട്ടോ. എന്നിട്ട് നമുക്കത് ചോറും കിഴങ്ങും ഇറച്ചിക്കറിയും കൂട്ടി നമുക്ക് തിന്നാം. ഈ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു.